ഹായ് മക്കളെ, എടാ എല്ലാ മക്കളും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, സാറേ ഓണം എക്സാമിന് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞങ്ങൾ ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം, അല്ലെങ്കിൽ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഓണം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത്. എടാ മക്കളെ, ആദ്യമായിട്ട് പറയാനുള്ളത് +2 കെമിസ്ട്രി ഓണം എക്സാമിന് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം ഒരു 15 to 20 മാർക്കിന് വരെ നിങ്ങളുടെ ഓണം എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മക്കളെ, ആ ചാപ്റ്ററിൽ എന്തൊക്കെ ടോപ്പിക്കാണ് വളരെ പ്രധാനമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സാർ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മക്കളെ, ഇത്രയും കാര്യങ്ങൾ മാത്രം ആ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചാൽ മതി. എന്തൊക്കെ പഠിക്കണം എന്നറിയോ? ആദ്യം റേറ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ. മക്കളോട് ആദ്യം ചോദിക്കുന്ന കാര്യം അതായിരിക്കും, റേറ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എന്താണ് എന്ന്. രണ്ടാമത്, ആ റേറ്റ് എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡർ കാണാനും മോളിക്കുലാരിറ്റി കാണാനും മക്കളോട് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓണം എക്സാമിനും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ കാര്യം, യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് കെ. റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് mol⁻⁻n L⁻⁻n−1 സെക്കൻഡ് ഇൻവേഴ്സ്. ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. മക്കളെ, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മൾ 2 ഓർഡറിൻ്റെതാണ് പഠിക്കേണ്ടത്. 0 ഓർഡർ റിയാക്ഷൻ്റെതും പഠിക്കണം, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും പഠിക്കണം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, അവിടെ നിന്ന് ഡെറിവേഷൻ ചോദിക്കൽ കുറവാണ്. നിങ്ങളോട് ആ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലമാണ് ചോദിക്കുക. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ 0 ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിക്കാറ്. പക്ഷേ ഡെറിവേഷൻ പഠിക്കേണ്ട സ്ഥലമാണ് ഹാഫ് ലൈഫിൻ്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. 0 ഓർഡർ റിയാക്ഷൻ്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയും ഹാഫ് ലൈഫ് കാണാനുള്ള ഡെറിവേഷനും അതിൻ്റെ ഇക്വേഷനും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടുന്ന് ന്യൂമറിക്കൽ മാത്രമല്ല, ഹാഫ് ലൈഫിൻ്റെ കേസിൽ മക്കൾ ഡെറിവേഷൻ പഠിക്കണം, എന്നിട്ട് ന്യൂമറിക്കൽസ് ചെയ്യണം എന്നുള്ളതാണ് വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇനി എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? അതിൻ്റെ എക്സാമ്പിൾ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അറീനിയസ് ഇക്വേഷൻ, എടാ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അറീനിയസ് ഇക്വേഷനും അതിൻ്റെ ന്യൂമറിക്കൽസും അത് പഠിച്ചേ പറ്റൂ. ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് പറയുമ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറ് എപ്പോഴും അറീനിയസ് ഇക്വേഷനും അതിൻ്റെ ന്യൂമറിക്കൽസും ഗ്രാഫൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ മറന്നു കളയരുത്. ലാസ്റ്റ്, കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ്. അത് വളരെ റെയറാണ്. ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ അവിടുന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. കാറ്റലിസ്റ്റ് എങ്ങനെയാണ് ഒരു റിയാക്ഷൻ എഫക്റ്റ് ചെയ്യുന്നത്. മക്കളെ, ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓണം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, പഠിച്ചിരിക്കണം. സൊല്യൂഷനും ഇലക്ട്രോ കെമിസ്ട്രി ഒക്കെ പോലെ തന്നെ കെമിക്കൽ കൈനറ്റിക്സും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ചാപ്റ്റർ ഒരു പ്ലാനോട് കൂടി ഫിക്സ് ചെയ്ത് പഠിച്ചാൽ മക്കൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് അടിപൊളിയായിട്ട് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്.